عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. പരിശുദ്ധമായ ഇഅ്തികാഫ് നിയത്തോടുകൂടി അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരുത്തുക അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ഹസനാത്തുകളും അല്ലാഹു ഇഖ്ലാസുള്ള അമലായി നമ്മെ ഖബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും അന്തിയുറങ്ങുന്നവർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുന്ദരമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധ മാസത്തിൽ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12മായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മഹല്ലത്തിലും അതുപോലെ കേരളത്തിന്റെ അകത്തും പുറത്തും ലോകത്തിന്റെ വിവിധ രാഷ്ട്രീയ സ്ഥലങ്ങളിലുമൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ വാഴ്ത്തിപ്പറയുന്ന, വാഴ്ത്തിപ്പാടുന്ന ഒരുപാട് സദസ്സുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്ന വ്യത്യസ്തമായ ഒരുപാട്, റസൂലുള്ളാഹിനെ സ്മരിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ഓരോ പരിപാടികളും നമ്മൾ കണ്ടു. അല്ലാഹു എല്ലാം നമ്മൾ ഇന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മുടെ മഹല്ലത്തിലും കഴിഞ്ഞ ശനിയാഴ്ച അതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹബ്ബത്തിനെ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ഘോഷയാത്ര, അതുപോലെ തന്നെ അന്നത്തെ ദിവസം നമ്മുടെ മഹല്ലത്തിലെ എല്ലാ വീടുകളിലേക്കും ഏറ്റവും വലിയ സദഖയായ ഭക്ഷണത്തിന്റെ വിതരണം, ചെറിയ ചെറിയ മക്കളെ കൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടാനും പറയാനും പരിചയപ്പെടുത്താനുമുള്ള അവസരം, ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ റഹ്മത്തിനെ അല്ലാഹു നമുക്ക് നൽകിയ ഈ പരിശുദ്ധമായ മാസത്തിനും ആ ദിവസത്തിന്റെയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ശുക്ർ ചെയ്യാൻ വ്യത്യസ്തമായ രീതികൾ നമ്മൾ സ്വീകരിച്ചു. അതിന് ഒരുപാട് സാമ്പത്തികമായ ചെലവുകൾ നമ്മൾ നടത്തി. അള്ളാഹു നമ്മൾ നൽകിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും സ്വതക്കകളും നാളെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുന്ന വലിയ അമലായി അള്ളാഹു ഞമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. അതിൽ നിയ്യത്തിന്റെ പോരായ്മകളെ കൊണ്ട് എന്തെങ്കിലും പൈതുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ പരിഹരിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ മഹബ്ബത്ത് ഒരു മനുഷ്യന്റെ മൈൻഡിൽ, ഹൃദയത്തിൽ കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഒരു മാസത്തിലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ ആ റീചാർജ്മെന്റാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നടന്നതിന് ശേഷം പിന്നെ നമ്മൾ സ്വീകരിക്കേണ്ട മറ്റൊരു മെത്തേഡ്, ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ റസൂലുള്ളാഹിന്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കി, ആ റസൂലുള്ളാഹിന്റെ ചര്യകൾ നമ്മുടെ ചര്യയാക്കി അല്ലാഹുവിലേക്ക് ഒന്നുകൂടെ അടുക്കാനാണ്. റബീഉൽ അവ്വൽ കഴിയുമ്പോൾ നമ്മൾ മുടക്കിയ ലക്ഷ്യങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെട്ടു എന്നതിന്റെ ഒരു അടയാളം അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതവും ചര്യയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നുള്ള ചിന്തയും കർമ്മവുമാണ്. അള്ളാഹു അങ്ങനെ ഇഷ്ടപ്പെടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനോട് ഉമ്മത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹിനെ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിശുദ്ധ റബ്ബിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹിന്റെ റസൂൽ പറയാണ്, ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം. റസൂലുള്ളാഹിന്റെ ജീവിതമായിരിക്കണം, റസൂലുള്ളാഹിന്റെ ചര്യയായിരിക്കണം നമ്മുടെ ചര്യ. അത് കേവലം ശരീഅത്തിന്റെ ഹുക്മുകൾ പരതൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവിടുന്ന് എങ്ങനെ നടന്നു അങ്ങനെ നടക്കുമ്പോൾ അത് റസൂലുള്ളാഹിന്റെ ചര്യയാണ്. അവിടുന്ന് എങ്ങനെ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് റസൂലുള്ളാഹിന്റെ ചര്യയാണ്. അവിടുന്ന് എങ്ങനെ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിക്കുമ്പോൾ അത് റസൂലുള്ളാഹിന്റെ ചര്യയാണ്. അവിടുന്ന് വേദനകൾ അനുഭവിക്കുന്ന സമയത്തും പള്ളിയിലേക്ക് നടന്നു പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ അവസാന സമയത്തിൽ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളുടെയും ഫദ്ൽ ബിൻ അബ്ബാസ് തങ്ങളുടെയും തോളിൽ കൈവച്ച് ഒരു കാല് വലിച്ചേച്ച് പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ, ചെറിയ ചെറിയ രോഗങ്ങളുടെ പേരിൽ ജമാഅത്ത് മുടക്കുമ്പോ ആ ഹബീബിന്റെ ചര്യയോട് നമ്മൾ എത്രമാത്രം അക്രമം കാണിക്കുന്നു എന്നുള്ള ചിന്തയായിരിക്കണം മഹബ്ബത്ത് ഉള്ളിലേക്ക് ഇറങ്ങിയ ഓരോ മുഅ്മിന്റെയും മനസ്സിൽ ഉണ്ടാവേണ്ടത്.
അള്ളാഹു നമുക്ക് തിരിച്ചറിയാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പയേ നമ്മൾ കൊടുത്ത ലക്ഷ്യങ്ങൾ നമുക്ക് മുതലാകുന്നുള്ളൂ. റസൂലുള്ളാഹിന്റെ മഹബത്തിന് വേണ്ടി നമ്മളൊക്കെ ഈ മാസത്തിൽ ചെയ്ത സകലമാന കർമ്മങ്ങളും ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കെട്ടായി മുറുകെ പിടിക്കുന്നത് ആ റസൂലുള്ളാഹിന്റെ ചെടി നമ്മൾ മുറുകെ പിടിക്കുമ്പോയാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, റബ്ബിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ ഹബീബുണ്ട്, ഞാൻ പറഞ്ഞേച്ച ഹബീബ്, ആ ഹബീബിനോട് പറയിപ്പിക്കുകയാണ്, ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റി. റസൂലുള്ളാഹിയുടെ അല്ലാതെ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയുക പ്രിയപ്പെട്ടവർ. അങ്ങനെ ഉണ്ടായാൽ മെച്ചെന്താ? യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. റാളിയത്തും മർളിയ എന്നുള്ളൊരു സ്റ്റേജാണ്. പടച്ച റബ്ബിനെ അങ്ങോട്ടും ഇഷ്ടപ്പെടുക, അള്ളാഹ് നമ്മളെയും തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് മതി ഒരു മുഅ്മിനിക്ക് ദുനിയാവിലും ആഖിറത്തിലും. അള്ളാഹു അങ്ങനത്തെ അഭിഭാഗത്തിൽ നമ്മളൊക്കെ പെട്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിലേക്ക് പടച്ച റബ്ബ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മാധ്യമമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫത്തബിഊനി, എന്നെ പിൻപറ്റോളി. പിൻപറ്റൽ എങ്ങനെയാ? നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളിലും കർമ്മങ്ങളിലും സുന്നത്തുകളിലും ഞാൻ മുൻഗണന കൊടുക്കുന്നത് റസൂലുള്ളാഹിന്റെ മാതൃകക്കാണോ എന്ന് ഒന്ന് പരിശോധിക്ക് പ്രിയപ്പെട്ടവരെ. അങ്ങനെ വന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ അള്ളാന്റെ റസൂലിനെ അനുസരിക്കണമെന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്താലോ നമ്മളൊക്കെ മനുഷ്യന്മാരാ, ഒരുപാട് തെറ്റുകൾ ചെയ്തു കൊണ്ടെടുക്കുന്ന ആൾക്കാരാ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പടച്ച റബ്ബ് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളൊന്നും അള്ളാഹു വലിയ പ്രശ്നമുള്ള കേസല്ല, അള്ളാഹ് പുറത്തു വരും. അങ്ങനെയല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള് എപ്പോഴെങ്കിലും ഒരു അരുതായ്മ ചെയ്തു കഴിഞ്ഞാൽ കാരം കെട്ടോ, അതാ പടച്ച റബ്ബ്. അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്തു കഴിയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം പെട്ട് കഴിഞ്ഞാൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു വല്ലാതെ പുറത്തു കൊടുക്കുന്നവനും അള്ളാഹു വല്ലാതെ കരുണ ചെയ്യുന്നവനാ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോളി. ആ മഹബ്ബത്താണ് സ്വഹാബത്തെ കിറാമിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത്. ആ മഹബ്ബത്ത് ഇറങ്ങിയപ്പോഴാണ് ഇത്തിബായിലേക്ക് അവർ നീങ്ങിയത്. കഴിവിന്റെ പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ ചെയ്യാൻ, സുന്നത്തുകൾ ശരിയാക്കാൻ അവർക്ക് കാരണമായത് ഹബീബിനോടുള്ള അതിരിക്ത സ്നേഹമാണ്. സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു ചരിത്രം വിശാലമാണ്, ഞാൻ പ്രവേശിക്കില്ല. സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കാഫിരീങ്ങൾ ചതിച്ചു കൊണ്ടുപോയി അവസാനം തൻഈമിൽ വെച്ചിട്ട് ഇങ്ങനെ തൂക്കുമരത്തിലേക്ക് ഏറ്റുമ്പോ ശത്രുക്കൾ രക്ഷപ്പെടാനുള്ളൊരു മാനദണ്ഡം വെക്കുന്നുണ്ട്. ആ മുഹമ്മദ് ഉണ്ടല്ലോ, നീയൊക്കെ വിശ്വസിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ സ്ഥാനത്ത് മുഹമ്മദാണെന്നും നീ കുടുംബത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് മനസ്സുകൊണ്ടൊന്ന് വിശ്വസിച്ച് ദുആ കൊണ്ടൊന്ന് പറഞ്ഞാൽ മതി, നിങ്ങളെ രക്ഷപ്പെടുത്താമെന്നോ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബി സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞപ്പോ, കേൾക്കണോ മുഅ്മിനീങ്ങളെ, ഹുബൈബ് തങ്ങളുടെ മറുപടി എന്തായിരുന്നു? ഞാൻ എന്റെ കുടുംബത്തിൽ സന്തോഷവാനായിരിക്കുകയും എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഈ ഹുബൈബിന് ഇഷ്ടമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രിയപ്പെട്ട സ്വഹാബി തൂക്കുമരത്തിൽ കയറിയപ്പോ മദീനയിൽ പോലും ആ മഹബ്ബത്തിന്റെ ഹൃദയം കൊണ്ടുള്ള ഭാഷ തിരിച്ചറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ഹുബൈബ് വഫാത്തായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ഹൃദയത്തിന്റെ ബന്ധം കൊണ്ട്, ഇഷ്കിന്റെ ഭാഷ കൊണ്ട് പരിശുദ്ധ റബ്ബ് റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തു, ഹുബൈബ് ഷഹീദായി. ഇവരാ സ്വഹാബികൾ ആ മഹബ്ബത്തിന്റെ ഭാഷയിലാ അവർ റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, സാധിക്കണം നമുക്ക് ആ മഹബ്ബത്ത് നേടിയെടുത്ത് ഇത്തിബായിലൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് അന്നല്ലേ, ഇന്ന് നടക്കുവോ? ഇന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അചഞ്ചലമായ വിശ്വാസത്തിന്റെ പേരിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ഊണും ഉറക്കവും പട്ടിണിയും കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ മക്കൾ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിക്കുന്നതെന്ന് പോലും നമ്മുടെ മനസ്സിനെ ഒരു നൊമ്പരം പെടുത്താത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം വേദനിക്കണം. ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ചെറിയ ബാല്യങ്ങളുടെ നെല്ലേക്ക് ബോംബിന്റെ തീകളാണ് ഇറങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, അറിയുമോ, കൈക്കാലുകൾ വിച്ഛേദിക്കപ്പെട്ട് ആശുപത്രിയുടെ കിടക്കയിൽ കിടക്കുമ്പോ ചികിത്സ കിട്ടാതെ വിറങ്ങലിച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് മരിക്കുന്ന എത്രയോ പിഞ്ചു ബാലങ്ങളുടെ കഥകൾ കേൾക്കുമ്പോഴും മൗനമായി മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരു മുസൽമാൻ എങ്ങനെ മുസൽമാനാകും? പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പോലീസ് ചമഞ്ഞുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ പോലും മൗനം സമ്മതമായിരിക്കുന്ന ഇടങ്ങളിൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ആയുധം അത് പരിശുദ്ധമായ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ നിഅമത്തിന്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ, ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴേക്ക് പടച്ച റബ്ബിലേക്ക് നമ്മൾ കണ്ണുനീര് വാർത്ത് ദുആ ചെയ്യുമ്പോൾ ഈ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ദുആയിൽ ചേർത്ത് വെക്കലാണ് മുഅ്മിന്റെ ബാധ്യത. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഹൃദയം കൊണ്ടെങ്കിലും ചേർന്ന്, എന്നാലും ഞാൻ നിർത്താൻ
കാണാൻ പോവുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, സംശയമൊന്നുമില്ല, ലാ തഖൂമു സഅ ഹത്താ യുഖാതിൽ മുസ്ലിമൂന യഹൂദ്, മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത് വരെ ഖിയാമത്ത് സംഭവിക്കില്ല എന്ന് സദിഖുൽ മസ്ദൂഖ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സത്യത്തിന്റെ വാക്ക് നടക്കുക തന്നെ ചെയ്യും. ഫയഖ്തുലുൽ മുസ്ലിമൂന അൽ യഹൂദ, ജൂതന്മാരെയൊക്കെ മുസ്ലിമീങ്ങൾ വധിക്കുകയും ചെയ്യും. ഖിയാമത്ത് നാളിന്റെ അവസാനത്തെ ഒരു സമയമാണ്, ഇമാമുന മഹ്ദി വരുന്ന ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ മുസ്ലിങ്ങളുടെ അരക്ഷിതാവസ്ഥയും അസ്ഥിരതകളും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ദീർഘമായി സംസാരിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചു മക്കൾ, നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായി പരിശുദ്ധ ഹദീസ് പഠിപ്പിച്ചിട്ടുള്ള അത്തരം മക്കളൊക്കെ വേദനിക്കുമ്പോ, പട്ടിണി കിടന്നു മരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുക. അല്ലാഹു അവർക്കൊക്കെ റാഹത്ത് പ്രദാനം ചെയ്യട്ടെ, സന്തോഷം പ്രദാനം ചെയ്യട്ടെ, ക്ഷമ പ്രദാനം ചെയ്യട്ടെ, ഇരുവീട്ടിലും പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. നാളെ സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടി ആഘോഷിക്കാൻ അവർക്കും നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റബീഉ നമ്മുടെ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സമാപനം കുറിക്കുമ്പോ നമ്മൾ ചെലവാക്കിയ മദ്ഹിന്റെയും സാമ്പത്തികമായ ചെലവുകളും പ്രയത്നങ്ങളും ഒക്കെ ജീവിതത്തിൽ മുതലായി എന്ന് കൂട്ടുന്നത് റസൂലുള്ളാഹിന്റെ ചര്യകൾക്കും സുന്നത്തുകൾക്കും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളടുത്താണ്. അങ്ങനെ ജീവിക്കാൻ തിരിച്ചറിയാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ പാടി പറയുന്ന മദ്ഹ് പറയുന്ന യഥാർത്ഥ ഉമ്മത്തിൽ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. റഹ്മത്തുക യാ റഹ്മാനുർ റഹീം. അസ്സലാമു അലൈക്കും.